കവർ എടുക്കുക, കവർ എടുത്തതിന് ശേഷം ഈ ലിഡിന്റെ ഫ്രണ്ടിൽ വെച്ചു കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ കയറ്റി വിടാം. അപ്പോൾ എയർ ആയിട്ട് ഫ്ലഷ് ആവും, പെട്ടെന്ന് തന്നെ സ്റ്റീലായിട്ട് അങ്ങനെ പോകും. ഓ അടിപൊളിയായിട്ടോ, എയർ ഫ്ലഷ് ആയിട്ട് ബനാന ചിപ്സ് ഇതാ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് എന്തായാലും നമ്മൾ നോക്കുവാണ് കേട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോകുമ്പോൾ തന്നെ സെൻസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പോകും. ഓക്കെ ഫൈൻ. നോക്കിക്കേ, ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് പ്രിന്റിംഗ് നടക്കുന്നത്. ഇവിടെ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ബോട്ടിൽ, ഇപ്പോൾ ഇതുപോലത്തെ ബോട്ടിലാണ് ബോട്ടിലോടെ വയ്ക്കുന്നു. അതിനുശേഷം ഈ ഹാൻഡിൽ വെച്ച് പ്രസ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റിക്കർ അങ്ങ് റോൾ ആവും. അടിപൊളി അടിപൊളി. അഡ്വാൻറ്റേജ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതൊരു ബോട്ടിൽ സർഫസിലേക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സർഫസിലും പ്രിന്റിംഗ് നമ്മൾ അറിഞ്ഞു പോലും ഇല്ല കേട്ടോ. ഇത് ഭയങ്കര ടെക്നോളജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞല്ലേ? വലിച്ചുകൊണ്ടിരിക്കുക, വാക്യൂം വലിച്ചുകൊണ്ടിരിക്കുക. നേരെ തുറന്നാൽ മതി. തുറന്നാൽ മതി, ലിഡ് തുറന്നാൽ മതി. ഹോട്ടാണോ? അല്ലല്ല, ഹോട്ടൊന്നും അല്ല. കൊള്ളാട്ടോ, ഇത് നല്ല കല്ല് പോലെ ആയിട്ടോ. അപ്പടച്ചതിന് ശേഷം ഇത് കറക്റ്റ് മോഡിൽ വെച്ചിട്ട് ഈ ഒരു സാധനം വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ സ്പ്ലിറ്റ് ആയി. ഓ മൈ ഗോഡ്, ഇത് നോക്കിക്കേ, വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട്. എന്തൊക്കെ ടെക്നോളജിയാണ് അല്ലേ. ഇത് ജപ്പാനോ ചൈനയോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലുള്ള മിഷനറീസിന്റെ ഒരു അത്ഭുത ലോകത്തേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. അവിടെ ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള മെഷീനറീസ് നമുക്ക് ലഭിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള സ്വയം പര്യാപ്ത ഗ്രാമമായ കിഴക്കമ്പലത്താണ് ഈ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും കുറഞ്ഞ വിലയിൽ മെഷീനറീസ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടറിയെ സമീപിക്കാവുന്നതാണ്. കൂടുതൽ പറയുന്നില്ല, നേരെ ഫാക്ടറിയിലേക്ക് നമുക്ക് പോവാം. സ്വയം പര്യാപ്തമായ ഗ്രാമത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാസ്റ്റോസീൽ പാക്കേജിംഗ് സൊല്യൂഷൻസിൻ്റെ ആ ഒരു ഫാക്ടറിയിൽ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് അകത്തേക്ക് പോകാം. ഇവരുടെ ലൈനപ്പ്, മിഷനറി ലൈനപ്പ് എല്ലാം നമുക്ക് കാണാം. ഹായ്, വെൽക്കം. ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ മിഷനറി ലൈനപ്പും കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് സീലിംഗ് മെഷീൻസ്, പാക്കിംഗ് മെഷീൻ, അതുപോലെ കോഡിംഗ് മെഷീനറീസ്, അങ്ങനെയുള്ള മെഷീൻസ് ആണ് മെയിനായിട്ട്. നമ്മൾ ഹാൻഡ് സീലിംഗ് മെഷീൻസ് നമ്മൾ ഇവിടെ തന്നെ ഓൺ മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ ടൈപ്പുകൾ. അതിനകത്ത് നമുക്ക് 8 ഇഞ്ച് തൊട്ട് 24 ഇഞ്ച് വരെയുള്ള ലെങ്ത് ഉള്ള മെഷീൻസ് ഉണ്ട്. അതിൽ തന്നെ പല സീലിംഗ് വിഡ്ത്തുകളുണ്ട്. നമുക്ക് ഇത് ഈ മെഷീൻസ് ഒക്കെ വരുമ്പോൾ 5 mm വിഡ്ത്തുണ്ട്. നമുക്ക് അത് എല്ലാവരും ചെയ്യുന്ന മോഡലല്ല. 5 mm എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീതിയുള്ള സീലിംഗുകളുണ്ട്. പിന്നെ ഇത് നമ്മൾ 12 mm സീലിംഗുകൾ. ഇത് നമ്മൾ ലാമിനേറ്റഡ് പൗച്ചേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹോട്ട് ബാർ എന്നാണ് ഈ മെഷീന്റെ പേര്. ഓക്കെ, അതായത് ഈ പാക്കറ്റുകൾ ഉണ്ടല്ലോ, ചെറിയ ചെറിയ പാക്കറ്റുകൾ, നമുക്ക് ഈ പ്ലാസ്റ്റിക് പാക്കറ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കടയിലൊക്കെ വെച്ചിട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ്. പ്രസ് ചെയ്യാം. ഒരു LED ഉണ്ടാവും, ഒരു ബസർ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ റിലീസ് ചെയ്യാം. ഒരു 10-20 സെക്കൻഡിൽ സീൽ ചെയ്ത് കിട്ടും അല്ലേ? ഒരു 5 mm സീലിംഗ് ഉണ്ടാവും. നമ്മൾ നോർമൽ ഒരു ലൈൻ പോലെയല്ല, ഒരു 5 mm ഉള്ള സീലിംഗ് ഉണ്ടാവും ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ എന്ത് വിലയല്ലേ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ടിംഗ് ഒരു 1200 തൊട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് പിന്നെ ഓരോ സൈസ് അനുസരിച്ച് റേറ്റ് കൂടി 1200 തൊട്ട് ലഭ്യമാണ്. ഓൾ കേരള ഡെലിവറി എല്ലാ മെഷീൻസും ചെയ്യുന്നുണ്ട്. എന്ത് മെഷീനാണ്? നമുക്ക് വാക്യൂം ചെയ്തിട്ട് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇതുപോലെ ഇതാണല്ലേ, ഇതുപോലെ വാക്യൂം ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ആണ്. ലോങ് പ്രിസർവേറ്റീവ്സ് ഒക്കെ ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളുകളില്ലേ, അല്ലെങ്കിൽ നട്ട്സ്, ഗ്രെയിൻസുകൾ, അതുപോലെ തന്നെ ഇപ്പൊ ഗാർലിക് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ ഒരു തുള്ളി എയർ ഇല്ല കേട്ടോ. എയർ ടൈറ്റ് ആയിട്ട് വാക്യൂം ആയിട്ട് ഒരു പാക്ക് ചെയ്തേക്കുക. ഈ മെഷീൻ ഉപയോഗിച്ചാണല്ലോ ചെയ്തത്. ഇത് ചെറിയ മോഡലാണ്. ഇത് ഹൗസ് ഹോൾഡ് പർപ്പസിനാണ്. ഹെവി ടൈപ്പ് ഇത് ചെയ്തേക്കുന്ന ഈ ടൈപ്പിലാണ്. ഹെവി ടൈപ്പ് മോഡലാണ്. ഇത് ചേംബർ ടൈപ്പ് ആണ്. ഇത് എല്ലാ ടൈപ്പും നമ്മൾ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വില? എങ്ങനെയാണ് വരുന്നത്? മെഷീൻസ് ഒക്കെ ഒരു 4000 തൊട്ട് സ്റ്റാർട്ടിംഗ്, 4000 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ ആകുമ്പോൾ 28,000 ആ റേഞ്ചിൽ പ്ലസ് GST ആണ് എല്ലാം പറയുന്നത്. GST 18% ആണ് നമ്മുടെ എല്ലാ മെഷീൻ വരുന്നത്. ഓക്കെ ഓക്കെ ഫൈൻ. നമ്മൾ മെഷീനറീസ് പറയുമ്പോൾ എല്ലാം പ്ലസ് GST-ലാണ്. ഇതും സെയിം തന്നെ, വാക്യൂമിൽ നിന്ന് വേറെ ചെറിയ മോഡലാണ്. അതിനെന്ത് വില വരും? ഇതും 4000 റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരുന്നതാണ്. 4000 രൂപ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരും അല്ലേ? ഇതിൽ ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്ത് കാണിച്ചത്. ഇപ്പൊ നമ്മളൊരു കുറച്ച് പയർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഈ ഒരു ലിഡ് പൊക്കിയതിന് ശേഷം ഇവിടെ വെക്കുക. ശേഷം ഇത് അടയ്ക്കുക. ഈ ചെമ്പ് ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സ്റ്റാർട്ട് കൊടുക്കുക അവിടെ. ഓക്കെ, സ്റ്റാർട്ട് നോക്കുമ്പോൾ ഒരു ടൈമർ ഉണ്ടാവും. ഇത് നമ്മൾ 35 സെക്കൻഡാണ് എടുക്കണം അത് വലിക്കാൻ വേണ്ടി. നല്ല ലോങ് ഇത് കറക്റ്റ് കൂടുതൽ വലിക്കണമെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് അത് ആദ്യം വലിക്കും. അതിനുശേഷം നമ്മളത് സീലിംഗ് ആവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. നമ്മൾ ആ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കെ, ഇത് പ്രവർത്തിക്കാനായിട്ട് 3 ഫേസ് കറണ്ട് നമുക്ക് ആവശ്യമില്ല. നോർമൽ സിംഗിൾ ഫേസ് മതി. അല്ലേ? ഓക്കെ, ചെറുകിട ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും വളരെ വലിയൊരു അത്ഭുതമാണ്. ഇതുപോലെ മെഷീനറീസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ സത്യം പറയേണ്ടത് കൂടുതലും ഇങ്ങനെയുള്ള മെഷീനറീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗുജറാത്തിനെയും കോയമ്പത്തൂരിനെയും ഒക്കെയാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നമ്മുടെ ആളുകൾ തന്നെ ഇതൊക്കെ മാനുഫാക്ചർ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞല്ലേ? വലിച്ചുകൊണ്ടിരിക്കുക, വാക്യൂം വലിച്ചുകൊണ്ടിരിക്കുക. വാക്യൂം സക്കായി. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ നേരെ തുറന്നാൽ മതി. തുറന്നാൽ മതി, ലിഡ് തുറന്നാൽ മതി. ബ്രിക്ക് പോലെ ആവും. ഹോട്ടാണോ? അല്ലല്ല, ഹോട്ടൊന്നും അല്ല. കൊള്ളാട്ടോ, ഇത് നല്ല കല്ല് പോലെ ആയിട്ടോ. ഇനിയിപ്പോൾ എത്ര വർഷം വേണേലും എക്സ്പോർട്ട് പർപ്പസുകളാണ് അധികം പോണത്. ഓക്കെ ഓക്കെ.
അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സ്വയം തൊഴിലൊക്കെ കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് സീലിംഗ് മെഷീൻസിലേക്ക് വരാം. കണ്ടിന്യൂസ് സീലിംഗ് മെഷീൻസ് അല്ലേ? ഇത് നമ്മൾ ഹാൻഡ് സീലർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷനാണ് കണ്ടിന്യൂസ്. ഒരു പ്രൊഡക്ഷൻ കൂടുതലുള്ളവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൺവെയർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് പൗച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സീലാവും. അമ്പോ, നമുക്ക് ഇതിന് സീലിംഗിന്റെ വിടുത്ത് 10 mm സീലിംഗ് വിടുത്ത് ഉണ്ടാവും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? വിടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ഫിക്സ്ഡ് ആണ്. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഈ മെഷീന്റെ ഈ നോബ് നമുക്ക് സീലിംഗ് ആയിട്ടുണ്ട്. 10 mm ഇത്ര വീതിയുള്ള സീലിംഗ് ആയിരിക്കും. അപ്പൊ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ ഉള്ള സീലിംഗ് ആണ്. ഒരു മിനിറ്റിൽ എത്ര പെർ മിനിറ്റ് ഒരു 30 above കിട്ടും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. ഒരെണ്ണം വെച്ച് അടുത്ത പെട്ടപ്പെടാന്ന് വെച്ചുകൊണ്ടിരിക്കാം സ്പീഡായിട്ട്. പിന്നെ ഇത് നമ്മൾ നോർമലായിട്ട് ഗ്രെയിൻസ്, ഇപ്പൊ നമ്മള് ബേക്കറി ആൾക്കാർ ഇപ്പൊ നോർമൽ ചിപ്സ് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയത്, ഇപ്പൊ നമുക്ക് ഇപ്പൊ ലിക്വിഡ് ഐറ്റംസ്, ഓയില് അല്ലെങ്കിൽ ഇപ്പോ ഫുൾ ആയിട്ടുള്ള പൗഡേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ മോഡൽ ഉപയോഗിക്കാം. അത് നമുക്ക് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. സീലിംഗ് പോണ ഇങ്ങനെയായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഫാളായി പോണ സാധനങ്ങളെല്ലാം വെർട്ടിക്കലായിട്ട് ചെയ്യും. ഇതിന്റെ വില എങ്ങനെയാണ്? ഇത് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 16,000 പ്ലസ് GST തൊട്ടാണ് വരുന്നത്. അത്രേ വരുന്നുള്ളൂ. ഇതോ? ഇത് വരുമ്പോ 19 ആ റേഞ്ചിൽ വരും. 19 റേഞ്ച് ആണ് അല്ലേ? നോർമലി ഞാൻ ഇതുപോലെയുള്ള മെഷീനറീസ് ഒക്കെ പുറത്തൊക്കെ കണ്ടിട്ടുള്ളത് 50,000 60,000 ആ റേഞ്ചിലൊക്കെയാണ് കേട്ടോ. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള മെഷീനറീസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഇവരുടെ റേറ്റ് ഒന്നും അല്ല, ഇതിലൊക്കെ ഡബിൾ റേറ്റ് നമ്മൾ മാക്സിമം കുറച്ചാണ്. മാനുഫാക്ചറിംഗ് തന്നെ ഇവിടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. നമുക്ക് ഇതിൽ വരുന്ന ഡിജിറ്റൽ കൺട്രോളർ ആണ് വരുന്നത്. അപ്പൊ അതിന് മെഷീൻ കുറച്ച് ലൈഫ് കൂടുതൽ, അതുപോലെ കറക്റ്റ് പ്രിസൈസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. കമ്പോണൻസുകളൊക്കെ ഹെവി ആയിട്ടുള്ളതാണ്. മോട്ടറൊക്കെ ഹെവി ഡ്യൂട്ടി മോട്ടറാണ് വരുന്നത്. ഹൂലിയർ എന്നുള്ള ബ്രാൻഡിൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീനറീസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ സർവീസ് കാലഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സർവീസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട്. അപ്പോൾ അവർ അറേഞ്ച് ചെയ്ത് തരും. ഓൺ സൈറ്റ് ആണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും? മെയിനായിട്ട് ഇവിടെ കൊണ്ടുവന്നാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തരും. ഓൺ സൈറ്റ് കുറവാണ് അധികം. അപ്പോൾ എന്തായാലും സർവീസ് ഉണ്ട്, നിങ്ങൾക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം ടൗണിൽ തന്നെയാണ് കിഴക്കമ്പ അല്ലേ? എറണാകുളത്തിന്റെ ആ ഒരു പ്രധാന ഭാഗങ്ങളൊന്നും തന്നെയാണ് കിഴക്കമ്പ. ഈസി ആയിട്ട് ആക്സസിബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മെഷീനറിയിലാണ് നമുക്ക് ബാൻസിലർ തന്നെ അഡീഷണൽ ഒരു അറ്റാച്ച്മെന്റ് ഫിക്സ് ചെയ്തിട്ട് തന്നെ. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ എയർ ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ഇതുപോലെ ബനാന ചിപ്സ്, പൊട്ടറ്റോ ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് ചെയ്യുന്നത്. ഫൈൻ. നമുക്ക് എയറിന്റെ ആവശ്യമുണ്ടല്ലേ? എയറിന്റെ ആവശ്യം, നമ്മൾ എയർ സപ്ലൈ ഒന്നെങ്കിൽ നൈട്രജന്റെ സിലിണ്ടർ വെച്ചിട്ട് എയർ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് തന്നെ എയർ ഫ്ലഷ് ചെയ്യാം. ലൈവായിട്ട് എയർ ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എയർ ലൈൻ കൊടുക്കുന്ന രംഗങ്ങളാണോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എയർ ലൈൻ അതിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇനി ആ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെഷീൻ എയർ വരും. ഫൈൻ. അപ്പോൾ അതിലേക്ക് അങ്ങനെയാണ് എയർ നമ്മൾ ഇപ്പോൾ പൗച്ച് കയറി പോകുമ്പോൾ ഈ ലിഡ് മൂവ് അകത്തേട്ട് എയർ ഫ്ലഷ് ചെയ്യും. ഇവിടുന്ന് എയർ കയറും. കവർ എടുക്കുക. കവർ എടുത്തതിന് ശേഷം ഈ ലിഡിന്റെ ഫ്രണ്ടിൽ വെച്ചു കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ കയറ്റി വിടാം. അപ്പോൾ എയർ അകത്തേട്ട് ഫ്ലഷ് ആവും. പെട്ടെന്ന് തന്നെ സ്റ്റീലായിട്ട് അങ്ങോട്ട് പോകും. അടിപൊളി കേട്ടോ. എയർ ഫ്ലഷ് ആയിട്ട് ബനാന ചിപ്സ് ഇതാ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ലേഡീസിനൊക്കെ ഇപ്പോൾ കൈ അടയപ്പോ അങ്ങനെയൊന്നുമല്ല, എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ? ഫൈൻ. അടിപൊളി മെഷീനറി കേട്ടോ. എന്ത് വില? നമുക്കൊരു 26,000 പ്ലസ് GST വരും. പിന്നെ നമ്മൾ അഡീഷണൽ അതിന്റെ നൈട്രജൻ സിലിണ്ടർ വാങ്ങേണ്ടി വരും. ജസ്റ്റ് എന്നിട്ട് ഇങ്ങോട്ടേക്ക് പൈപ്പ് കണക്ട് ചെയ്യാം. അത്രയും മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ഏത് മെഷീൻ നമുക്ക് കാണാൻ മെഷീൻസുകൾ, ഇത് ഫോയിൽ സീലിംഗ് മെഷീൻസ് ആണ്. ബോട്ടിൽ നമ്മൾ സീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലെയൊക്കെ. തീർച്ചയായിട്ടും. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ എന്ത് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ എന്ത് പിക്കിൾസ് ഉണ്ടാക്കുക, പ്രൊഫഷണലി എന്ത് ചെയ്താൽ ഇതുപോലെയുള്ള സീലിംഗ് നമുക്ക് അത്യാവശ്യമുണ്ടോ? അപ്പോൾ വീട്ടിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്കിള്, പിന്നെ നെയ്യ്, സാധനങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് സീലിംഗ് ഉണ്ടെങ്കിലാണ് അതിനൊരു പ്രിസർവേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതെ. പിന്നെ അതൊരു സ്റ്റാൻഡേർഡ് കൂടെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് മോഡലാണിത്. പിന്നെ വരുന്ന ഇതൊരു വേറൊരു മോഡൽ തന്നെയാണ്. ഇതിന് എന്ത് വിലയാണ് നമുക്ക് വരുന്നത് ഈ ഒരു മെഷീൻ? ഈ മെഷീൻ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഒരു 4,000 തൊട്ട് വരുന്നുണ്ട്. അത്രയും വരുന്നുള്ളൂ. നിങ്ങളുടെ മെഷീൻസിലെല്ലാം പൊതുവെ റേറ്റ് കുറച്ച് കൊടുക്കാൻ നമ്മൾ നോക്കും. ഇത് വരുമ്പോൾ ഒരു 5,600 ആ റേഞ്ച് ഒക്കെ വരും അല്ലേ? ഫൈൻ. അപ്പൊ നെക്സ്റ്റ് ഇത് ഹീറ്റിംഗ് വെച്ചിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഈ കോയിൽ ഹീറ്റ് ആയതിനു ശേഷം ബോട്ടിൽ ഫോയിൽ വെക്കുന്നു. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് സീലായി ഒട്ടുന്നു. ഈ മോഡലുകളൊക്കെ വരുന്ന ഇൻഡക്ഷൻ ടൈപ്പ്, പുതിയ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഇൻഡക്ഷൻ സീലർ എന്ന് പറയും. ഇതിന്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ ആദ്യം ഇൻഡക്ഷൻ വാഡ് എന്ന് പറയുന്ന സംഭവം വാങ്ങാൻ കിട്ടും. ഇൻഡക്ഷൻ വാഡ് എന്ന് വെച്ചാൽ ഒരു ബോട്ടിലും ഒരു ഫോയിലും ഒരു കാർഡും കൂടെ ഉള്ള ഒരു പീസാണ്. അത് നമ്മൾ കറക്റ്റ് എടുത്ത് ക്യാപ്പിൽ ഇട്ട് കൊടുക്കുക. ക്യാപ്പിൽ ഇട്ടതിന് ശേഷം ക്യാപ്പ് അടയ്ക്കുക. ഇങ്ങനെ ക്യാപ്പ് അടച്ചതിന് ശേഷം ഇത് കറക്റ്റ് മോഡിൽ വെച്ചിട്ട് ഈ ഒരു സാധനം വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇൻഡക്ഷൻ ചെയ്യും. അപ്പോൾ ഇത് ഹീറ്റ് ആയിട്ടുണ്ടാവും. സ്പ്ലിറ്റ് ആയി. ഓ മൈ ഗോഡ്. ഇത് നോക്കിക്കേ, വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എന്തൊക്കെ ടെക്നോളജി ആണ് ചെയ്യാൻ വേണ്ടി 0.6 സെക്കൻഡ് മാത്രം എടുത്തു. 0.6 സെക്കൻഡ്.
നമ്മൾ അറിഞ്ഞു പോലും ഇല്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു ടെക്നോളജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈസി മെത്തേഡാണ്. ഇത് കാർഡും ഒരു ഫോയിലും കൂടെ വരുന്ന ഈ ഒരു വേർഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഫൈൻ. ഇത് നമ്മുടെ മാർക്കറ്റിലാണ്, എറണാകുളത്ത് തന്നെ ഉണ്ട്. നമ്മൾ തന്നെ എടുത്തു കൊടുക്കും. നമ്മുടെ അടുത്ത് മെഷീൻ എടുക്കുന്നവർക്ക് ഈ സാധനം നമ്മൾ തന്നെ എടുത്തു കൊടുക്കും. ഓക്കെ. ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള ഒരാൾ ഇത് കൊണ്ടുപോയി അപ്പൊ നിങ്ങൾ അയച്ചു കൊടുക്കും. നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ. നല്ല അടിപൊളി ഒരു മെഷീൻ കേട്ടോ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി. ഇതിനെന്താ പറയുന്നത് നമ്മൾ? ഇത് ഇൻഡക്ഷൻ സീലർ, ബോട്ടിൽ ഇൻഡക്ഷൻ സീലർ. അതിന് നമുക്ക് 3 മോഡൽസ് വരുന്നുണ്ട്. ഇതിന്റെ വ്യത്യാസങ്ങൾ എന്താ വെച്ചാൽ ഇത് 20 തൊട്ട് 80 mm വരെയുള്ള സൈസ് ഡയമീറ്റർ ഉള്ള ബോട്ടിൽസ് ചെയ്യാം. ഇത് 20 to 100 mm വരെ ഈ സൈസ്. ഇത് വരുന്നത് 70 to 130. ഇപ്പൊ 5 kg പിക്കിളൊക്കെ വരുന്നത്, അത് സൈസ് കൂടി ജാറുകളൊക്കെ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് സൈസ് 70 തൊട്ട് 130 mm വരെ ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ ഇതിനൊക്കെ വില എങ്ങനെയാണ്? ഇതൊരു സ്റ്റാർട്ടിങ് നമുക്ക് ഒരു 6500 പ്ലസ് GST വരും കേട്ടോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വില അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഓരോ മോഡൽ അനുസരിച്ച് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വില വിവരങ്ങൾ ഇതിനെ കുറിച്ച്, ഇപ്പൊ കണ്ട ഐറ്റംസിനെ കുറിച്ച്, ഇത് കാണാൻ പോകുന്ന ഐറ്റംസിനെ കുറിച്ചുള്ള വില വിവരങ്ങൾ ഇവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, മറക്കണ്ട. അപ്പൊ ഇനി നെക്സ്റ്റ് ഏതാണ്? ഇൻഡക്ഷൻ തന്നെ ഓട്ടോമാറ്റിക് ഇൻഡക്ഷൻ സീലർ. നമ്മൾ വെച്ച് കൺവെയറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സീലായി പോകും. ആണല്ലേ? അപ്പൊ നമുക്കൊരു പ്രൊഡക്ഷൻ ഒരു 2000 എബോവ് ബോട്ടിൽസ് ഉള്ളവർക്കൊക്കെ സ്പീഡായിട്ട് പ്രൊഡക്ഷൻ തീർക്കാൻ വേണ്ടിയാണ് ഈ മോഡൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് മാനുവലായിട്ട് നമ്മൾ വെച്ച് പ്രസ് ചെയ്യണം. ഇത് ഇൻഡക്ഷൻ മോഡലാണോ? ഇത് ഓട്ടോമാറ്റിക് ഇൻഡക്ഷൻ സീലർ. ജസ്റ്റ് വർക്കിംഗ് കാണിച്ചു തരാം. കൺവെയർ ബെൽറ്റ് ഓടാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ഇതിനകത്തായിട്ട് ആദ്യം ഈ പറയുന്ന പോലെ ഇത് സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡക്ഷൻ വാർഡ് എടുക്കുന്നു, ബോട്ടിന്റെ ഉള്ളിലേക്ക് ഇവിടെ വെക്കുന്നു, അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സിൽവർ ഇങ്ങനെ വെക്കണം, ഫോയിൽ മുകളിലേക്ക് വരണം, എന്നിട്ട് ക്യാപ്പ് അടയ്ക്കാം. ഓക്കെ. അപ്പൊ ഞാനിത് വെച്ചോട്ടെ, വെക്കാമല്ലോ. അപ്പൊ ഞാനിത് എന്തായാലും വെക്കുവാണ് കേട്ടോ. അടച്ചിട്ട് ഈ ഒരു കൺവെയർ ബെൽറ്റിലേക്ക് ആ ഒരു ബോട്ടിൽ ഞാൻ വെച്ചിരിക്കുന്നു. ബ്രോയിൻ്റെ 1-2 ബോട്ടിൽ വെച്ചിരിക്കുന്ന ബോട്ടിൽ ആ ഒരു ഇൻഡക്ഷൻ ഏരിയയിലൂടെ പാസ് ചെയ്ത് വരുവാണ് കേട്ടോ. അപ്പോൾ എന്താണ് റിസൾട്ട് എന്നുള്ളത്, ഫൈനൽ റിസൾട്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ തുറന്നു നോക്കുവാണ്. ഫ്രണ്ട്സ്, ഇതാ അതെ ആ ഒരു ബോട്ടിൽ പ്രോപ്പർലി അത് ഇൻഡക്ഷൻ പ്രോസസ്സിലൂടെ സീലായിരിക്കുന്നു. അടിപൊളി മെഷീനറി കേട്ടോ. ഓക്കെ. സ്പീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇതൊരു മിനിറ്റിൽ എത്ര പെർ മിനിറ്റ് 60 വരെ കിട്ടും. 60 വരെ കിട്ടും അല്ലേ? അടുപ്പിച്ച് വിടാലോ. തീർച്ചയായിട്ടും. നമുക്ക് അതുപോലെ കൺവെയറിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഓക്കെ ഫൈൻ. എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഹൈറ്റ് ബോട്ടിൽസ് നമുക്ക് ഇതിലിട്ട് നമുക്ക് ഹൈറ്റ് ഇങ്ങനെ പൊക്കി കൊടുക്കാം. ഓക്കെ. ബോട്ടിലിന്റെ ഉയരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് വിലയാണ് നമുക്ക് ഈ ഒരു മെഷീൻ? 65,000 പ്ലസ് GST ആ റേഞ്ചാണ് സ്റ്റാർട്ടിംഗ്. 65,000 പ്ലസ് GST അല്ലേ? ഓക്കെ. അത് വളരെ മാന്യമായിട്ടുള്ള ഒരു പ്രൈസ് ആണെന്ന് പറയാൻ സാധിക്കും. കൂടുതലായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇച്ചിരി ബൾക്കായിട്ട് ചെയ്യുന്നവരാണ് അത് ചെയ്ത് കൊണ്ടുപോകണം. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മെഷീനിലേക്കാണല്ലേ പോകുന്നത്. നമുക്ക് കപ്പ് സീലിംഗ് എന്ന് പറയുന്ന മെഷീനാണ്. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇത് നമുക്ക് മെയിൻ ആയിട്ട് പോപ്കോൺ, ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ജസ്റ്റ് നമ്മൾ ആദ്യം കപ്പ് ഇതുപോലത്തെ കപ്പ് ഉണ്ടാവും, കപ്പിന്റെ ഉള്ളിലേക്ക് ഇടുന്നു, ജസ്റ്റ് അകത്തേട്ട് പ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഈ ഹാൻഡിൽ താത്തിട്ടാത്തും. ഓക്കെ. അപ്പൊ അത് സീലായിട്ട് നമുക്ക് സൂപ്പർ ആട്ടോ. ഈ പറയുന്ന പോലെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് നമ്മുടെ പോപ്കോണും ഫുഡും ഒക്കെ ഷോപ്പുകളൊക്കെ ജ്യൂസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ പോപ്കോൺ, അതുപോലെ ക്യാൻഡി, തീർച്ചയായും സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ. 30 രൂപ വാങ്ങിക്കുന്ന സ്ഥാനത്ത് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് 50 രൂപ 1 റുപ്പിയൊക്കെ വരുള്ളൂ ഒരു സീലിംഗിന് അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങൾ 30 രൂപയ്ക്കാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്നതെങ്കിൽ ഇത്രയും നല്ലൊരു പ്രസന്റേഷനിൽ കൊടുക്കുമ്പോൾ നമുക്കത് ക്വാളിറ്റി ഫീൽ ചെയ്യും കേട്ടോ. അടിപൊളി. വേണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഒക്കെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് നോർമലി പൗച്ച് പ്രിന്റിനോട് നമ്മുടെ റൗണ്ടിൽ നമ്മുടെ നെയിം പ്രിന്റ് ചെയ്യാം. വെച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ബ്രാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കണ്ടന്റിനെ അടിപൊളിയായിട്ട് ബ്രാൻഡ് ചെയ്ത് ഇരട്ടി വിലക്ക് ഇരട്ടി ലാഭത്തിൽ വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. ഇത് തന്നെ മാനുവൽ ടൈപ്പ് ആണ്. ഇത് സെമി ഓട്ടോമാറ്റിക് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പ്രസ് ചെയ്ത് ഓട്ടോമാറ്റിക് റോൾ ചെയ്യും. ഇത് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇത് ഓരോ പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇച്ചിരി ടൈം എടുക്കും. ഇത് സെമി ഓട്ടോമാറ്റിക്. നമുക്ക് ഇനി ഓട്ടോമാറ്റിക് മോഡലും ഉണ്ട്. റെഡി സ്റ്റോക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പൊ ഓട്ടോമാറ്റിക് പ്രസ് ചെയ്ത് പൊങ്ങി റോളും ചെയ്യും. ഇതിനൊക്കെ മാനുവൽ ആകുമ്പോൾ ഒരു 7,500 പ്ലസ് GST തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് നമുക്ക് സെമി ഓട്ടോമാറ്റിക് 13,000 പ്ലസ് GST. പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട് ഒരു 26,000 പ്ലസ് GST. എല്ലാം ഈ പറഞ്ഞ അഫോർഡബിൾ പ്രൈസസിലാണ്. നോർമലി ഞാൻ അന്യ സംസ്ഥാനങ്ങളിൽ ഇതുപോലെയുള്ള മെഷീനറീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവർ കൊടുക്കുന്ന ഈ ഒരു വിലയിലല്ല കേട്ടോ. നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. ഇതിൻ്റെയൊക്കെ ഇരട്ടി വിലയാണ് അന്യ സംസ്ഥാനങ്ങൾ, അതായത് തമിഴ്നാട്, ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിൽ പാക്കിംഗ് മെഷീനറീസ് റേറ്റ് കുറച്ചാണ്. അതെ. ഇനി നെക്സ്റ്റ് നമുക്ക് ബോട്ടിൽ സ്റ്റിക്കർ ലേബലിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീൻസ് ആണ്. നമ്മൾ ബോട്ടിൽ നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കർ റോൾ ഫോമിൽ ചെയ്തിട്ട് ഇവിടെ ലോഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ ബോട്ടിൽ ഇതുപോലത്തെ ബോട്ടിലാണ് ബോട്ടിൽ ഇവിടെ വയ്ക്കുന്നു. അതിനുശേഷം ഈ ഹാൻഡിൽ വെച്ച് പ്രസ് ചെയ്യുന്നു.
സ്റ്റിക്കർ അങ്ങ് റോൾ ആവും. അടിപൊളി അടിപൊളി. അതായത് ചുളുക്കില്ലാത്ത രീതിയിൽ ഈ ഹെയർ ഓയിൽ ഒക്കെ കമ്പനി ഹെയർ ഓയിൽ ഒക്കെ വീട്ടിൽ നടത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഐറ്റംസ് അലോവേറ ജെല്ല്, ക്രീമുകൾ, ഓക്കെ ഫൈൻ, പിക്കിൾ ബോട്ടിൽസ് എല്ലാം ചെയ്യാം. എല്ലാ ബോട്ടിലും നമ്മളിപ്പോ സ്റ്റിക്കർ ഒട്ടിച്ചാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ബോട്ടിൽസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു ഡിസൈൻ ബോട്ടിൽസ് ഒക്കെ ആണ് അല്ലേ? അതെ അതെ. പിന്നെ നമുക്ക് ഇതുപോലെ വൈൻ ബോട്ടിൽസുകൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ബിസിനസിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അല്ലേ? നമുക്ക് പ്രൊഡക്ഷൻ എങ്ങനെ സ്പീഡപ്പ് ആക്കാം, നമുക്ക് എങ്ങനെ ലേബർ കുറയ്ക്കാം, അതൊക്കെയാണ് ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ്. നമ്മൾ ഒരാളിരുന്ന് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒരു 10 സെക്കൻഡ് കൂടുതൽ എടുക്കും. മെഷീൻ ചെയ്യുമ്പോൾ അത് 3 സെക്കൻഡിലേക്ക് മാറും. അത് മാത്രമല്ല പ്രൊഡക്ഷൻ ആ ഒരു സ്റ്റാൻഡേർഡും അല്ലേ നമ്മുടെ പിന്നെ ചുളുക്കും കാര്യങ്ങളൊക്കെ മാറും. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒട്ടിച്ച് വരുമ്പോൾ ചെറുതായിട്ട് കേറ്റവർക്കൊക്കെ വരും. ഇതാകുമ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റും. നോക്കിയാൽ ഈ ഒരു കുപ്പി എന്ത് മനോഹരമായി മാറി നോക്കിയാൽ ജസ്റ്റ് ഒരു മൈക്രോ സെക്കൻഡിലാണ് ഇത് സംഭവിച്ചത്. അതായത് ഇങ്ങനെയുള്ള ബോട്ടിൽസ് ആമസോണിലും ഒക്കെ പല പ്രൊഡക്ട്സ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അതിന്റെ വില എങ്ങനെയാണ്? ഇത് നമുക്ക് മെഷീൻ കോസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു 38,000 തൊട്ടാണ് വരുന്നത്. അതിൽ തന്നെ ഇത് MS ബോഡി ഉണ്ട്, ഇത് അലൂമിനിയം കാസ്റ്റിംഗ് ബോഡിയാണ്. ഓക്കെ, നമുക്ക് നോർമൽ ഇപ്പൊ ലിക്വിഡ് ഐറ്റംസ് കെമിക്കലൊക്കെ ചെയ്യുന്നവർ കാസ്റ്റിംഗ് ബോഡി യൂസ് ചെയ്യണം, അല്ലാത്തവർ ഈ MS ബോഡി ഉപയോഗിച്ചാൽ മതി. ഓക്കെ ഫൈൻ. ഇത് നല്ല കട്ടിയുണ്ടല്ലേ? മേക്ക് കൂടുതലാണ്, ക്വാളിറ്റി ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കും. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവം നിങ്ങൾ ചൂസ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് കോമൺ മെഷീനാണ് ഹോട്ട് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബോട്ടിലിന്റെ ടോപ്പ് കവറൊക്കെ റാപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഹീറ്റ് അടിക്കുന്നു. അത് നമുക്ക് ഇതുപോലെ ബോട്ടിലിന്റെ മുകളിൽ ഇതുപോലത്തെ ഒരു സ്ലീവ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഓക്കെ. പിന്നെ ഇതൊക്കെ അങ്ങനെ ചെയ്യാം. ഇച്ചിരി കൂടെ ഒരു ബ്രാൻഡിങ് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഇതുകൂടെ ഉണ്ടെങ്കിൽ അഡീഷണൽ ആരും പൊട്ടിക്കാത്ത രീതിയിൽ കാണാൻ പറ്റും. ഇത് ക്യാപ്പ് തുറന്നിട്ടില്ല എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്വിംഗ് സ്ലീവ് ആണ്, സ്വിംഗ് ടണൽ എന്ന് പറയും. ഓക്കെ. ഇതിന് കൺവെയർ സിസ്റ്റത്തോടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന മോഡലാണ്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ഫിലിമിന്റെ ഉള്ളിലാക്കിയിട്ട് ഇത് ഇവിടെ വെച്ച് കൊടുത്തേ ആ എൻഡിൽ വരുമ്പോഴേക്കും അത് ആ ഒരു ചുങ്ങി ആ ഒരു ഷേപ്പിലേക്ക് മാറും. അതിൽ നമ്മൾ ഇതുപോലത്തെ സ്ലീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് ഇച്ചിരി വലിപ്പമുള്ള സ്ലീവ് ആയിരിക്കും. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വെച്ച് കൊടുക്കുമ്പോൾ എൻഡിൽ എത്തുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആ ഷേപ്പിലേക്ക് മാറും. ഓക്കെ ഫൈൻ. ഓക്കെ. നമ്മൾ സ്ലീവ് ഇതാണ് സാമ്പിൾ. സ്ലീവ് വരുന്ന ഇതാ. നമ്മൾ സ്ലീവ് ഇങ്ങനെ ഇട്ടിട്ട് ഈ എൻഡിൽ വെച്ച് കൊടുക്കും. അപ്പുറം സൈഡിൽ എത്തുമ്പോൾ ചുങ്ങി കറക്റ്റ് രീതിയിലേക്ക് മാറും വരും അല്ലേ? ഇതൊക്കെ നമ്മുടെ സാമ്പിൾസ് ആണ് വരുന്നത്. ഓക്കെ, അടിപൊളി കേട്ടോ. പെർഫെക്റ്റ്ലി സീൽഡ്. നമ്മൾ ഒരു ബോക്സ് ആക്കി ചെയ്യുമ്പോൾ കോസ്റ്റ് ഭയങ്കര കൂടും. അപ്പൊ ഇതുപോലെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആണ്, റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതെ. ഓക്കെ ഫൈൻ. ഇപ്പൊ മെഷീൻ എങ്ങനെയാണ് പ്രൈസ്? ഇത് സ്റ്റാർട്ടിങ് 28,000 തൊട്ടാണ് വരുന്നത്. 28,000. നമുക്ക് കൺവെയർ സിസ്റ്റം ആണ്. ഒരു സൈഡിൽ വെച്ച് കൊടുത്ത് നമ്മൾ അപ്പുറ സൈഡിലേക്ക് മൂവ് ചെയ്ത് ഇപ്പുറത്തേക്കും അത് നമുക്ക് കറക്റ്റ് ആയിട്ട് സീലിംഗ് ആയി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ വീട്ടിൽ എന്താണെങ്കിലും ഇപ്പൊ നിങ്ങൾ എന്ത് ബിസിനസ് ആണെങ്കിലും വീട്ടിൽ ഇരുന്ന് നടത്തുന്ന ഒരാൾ പാക്കറ്റ് ആയിട്ട് ഇതുപോലെ ഫുഡ് പ്രോസസ്ഡ് ഫുഡൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും കേട്ടോ. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഒന്നും കൂടി തേച്ചു മിനുക്കി അതിന്റെ അല്ലെ മൂല്യം കൂട്ടാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സും നമുക്ക് ഈ ഒരു ഫാക്ടറിയിൽ എല്ലാ പാക്കിംഗിൽ വരുന്ന എല്ലാ ടൈപ്പ് സൊല്യൂഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ നിലവിൽ ഇത്രയും മെഷീൻസ് ഉണ്ട്, അത് കൂടാതെ നമ്മൾ വരുത്തിച്ചും കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു നീഡാണ് എനിക്ക്, നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ വരുന്ന ഫില്ലിംഗ് മെഷീൻസിന്റെ സെക്ഷൻസ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഡിജിറ്റൽ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻസ്. ഇത് നമുക്ക് മെയിനായിട്ട് മിൽക്ക്, ജ്യൂസ് ഐറ്റംസ്, സാനിറ്റൈസർ, പിന്നെ റോസ് വാട്ടർ, അങ്ങനെ കട്ടി കുറഞ്ഞ ലിക്വിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ചെറിയ യൂണിറ്റ് ആണ്, നമുക്ക് സ്പീഡായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ ഇവിടെ പിടിക്കുക, എന്നിട്ട് ഈ പെഡൽ സ്വിച്ച് ഉണ്ട്, സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഫില്ലിംഗ് ആവും. നമ്മൾ ആദ്യം നമ്മൾ അതിന്റെ ടൈം കണ്ടുപിടിച്ച് വെച്ചാൽ എത്ര ഫില്ലിംഗ് എന്നുള്ളത്, അതിനുള്ള ഫില്ലിംഗ് ചെയ്ത് തന്നെ കട്ടാവും. ഓക്കെ. നമുക്ക് മെഷീന്റെ സ്റ്റാർട്ടിങ് 5 ml തൊട്ട് 4 ലിറ്റർ വരെ ചെയ്യാം. ഓക്കെ. ഈ ജ്യൂസസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഫില്ല് ചെയ്യാം. അതായത് മിൽക്കിന് അധികം കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മിൽക്ക് പെട്ടെന്ന് ഫില്ല് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ കട്ടാവും. മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ലെഗിൽ വെച്ച് പറിച്ച് ഒരാൾ ഇപ്പൊ പൗച്ചിലേക്ക് ആണെങ്കിൽ പൗച്ച് വെച്ച് കൊടുത്താൽ ഫില്ല് ചെയ്യാം. ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഫില്ല് ആവും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചിട്ട് അങ്ങോട്ടേക്ക് ഫില്ല് ആവും. ആ ടൈമിനനുസരിച്ചാണ് നമുക്ക് ഏത് ടൈം വേണം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 5 ml ആണെങ്കിൽ 5 ml ടൈം സെറ്റ് ചെയ്ത് വെച്ചെടുക്കാം. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് പരിപാടികൾ നടക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് ഫില്ലിംഗ് തന്നെ മാനുവൽ പേസ് ഫില്ലർ എന്ന് പറയും. നമുക്ക് ക്രീം അല്ലെങ്കിൽ ആ ജെല്ലുകൾ നമുക്ക് ചെറിയ വോളിയം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഇപ്പൊ ഒരു 50 ml. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് 5 ml തൊട്ടാണ്, മാക്സിമം 50 ml. നമ്മൾ മെറ്റീരിയൽ ഇവിടെ ലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിനാണ് ഫില്ല് ആവുന്നത്. അപ്പൊ നമുക്ക് ഈ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇത് മാനുവൽ മെഷീനാണ്. അപ്പൊ ഈ ത്രെഡ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഫില്ലിംഗ് അറേഞ്ച് ചെയ്യാം. ഓക്കെ. നമുക്കൊരു 10 ml ഉള്ളെങ്കിൽ അതിനനുസരിച്ച് ഈ ത്രെഡ് നമ്മൾ പൊക്കി കൊടുക്കാം. അപ്പൊ അതിന്റെ പ്രസ്സിംഗ് കുറയും. പ്രസ്സിംഗ് കുറയുമ്പോൾ കുറച്ചൊന്ന് ഫോളോ. മെയിനായിട്ട് ക്രീമുകൾ, ചെറിയ കോസ്മെറ്റിക് ഇൻഡസ്ട്രീസ് ഒക്കെ, പിന്നെ നമുക്ക് ക്രീമുകൾ ഫില്ല് ചെയ്യാം. ഓയിൽമെന്റ്സ് ഒക്കെ കൂടെ വെച്ചിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്താൽ അപ്പോൾ ഫില്ല് ആവും. ഈ ഒരു മെഷീൻ എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 11,000 പ്ലസ് GST. ഇതാകുമ്പോൾ നമുക്കൊരു 13,000 പ്ലസ് GST ആ റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് വരുന്നത്. ന്യൂമാറ്റിക് ലിക്വിഡ് ഫില്ലർ ആണ്. ഇത് ഡബിൾ ഹെഡ് ആണ് വരുന്നത്. ഇത് നമുക്ക് മെയിൻ ആയിട്ട് ഓയിൽസ്, പിന്നെ ഇച്ചിരി കട്ടി കൂടിയ ടൈപ്പ് എഞ്ചിൻ ഓയിലുകൾ,
പിന്നെ ദോശ ബാറ്റർ അങ്ങനത്തെ ഇച്ചിരി കട്ടിയോട് ലിക്വിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വർക്ക് ചെയ്യുന്ന എയർ ബേസ് എയർ കംപ്രസറാണ്. നമ്മൾ എയറിന്റെ ഇൻലെറ്റ് ആണ് വരുന്നത്. എയർ ഇവിടെ പ്രസ് ചെയ്യും, എയർ ഇവിടെ കയറും, അതിനനുസരിച്ച് ഈ പിസ്റ്റൺ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യും. നമുക്ക് ഈ മെഷീൻ വർക്ക് ചെയ്ത് കാണിക്കാം. ഇതിപ്പോ ഡബിൾ ഹെഡിലുണ്ട്, സിംഗിൾ ഹെഡിലുണ്ട്. ഡബിൾ ഹെഡ് 2 ബോട്ടിൽ അറ്റ് എ ടൈം വെച്ച് കൊടുക്കാം. ഇച്ചിരി സ്പീഡ് കൂടുതലുണ്ടാവും. സിംഗിൾ ആകുമ്പോഴേക്കും നമുക്ക് അത്രയും ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ സിംഗിൾ വരുന്നത്. സിംഗിൾ ആണ്. ഇത് നമുക്ക് ഫില്ലിംഗ് വരുന്നത് നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. 50 to 500 ml 100 to 1000 ml. ഓക്കെ, അങ്ങനെ 2 മോഡലാണ് വരുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് ആ ഒരു ഫില്ലർ മെഷീൻ, ന്യൂമാറ്റിക് ഫില്ലിംഗ് മെഷീൻ കേട്ടോ. അതായത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റേഴ്സും അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഓയിൽ സബ്സ്റ്റൻസസും വിസ്കോസിറ്റി കൂടിയ ഐറ്റംസ് നമുക്ക് ഈ ഒരു ഫില്ലേഴ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്ത് വിലയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ? ആ മെഷീൻ വരുമ്പോൾ ഒരു 35,000 പ്ലസ് GST തൊട്ട് സ്റ്റാർട്ടിംഗ് വരും. പിന്നെ അഡീഷണൽ എയർ കംപ്രസർ വേണം. ഇതിനെ സിംഗിൾ ഡേ പറഞ്ഞു. ഡബിൾ ആകുമ്പോൾ ഒരു 65 ആ റേഞ്ചിലേക്ക് പോകും. 65ലേക്ക് പോകും അല്ലേ? കംപ്രസേഴ്സും നിങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും? എടുത്തു കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റമർക്ക് അവിടെ നിന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്ത് എടുക്കാൻ പറ്റും, അങ്ങനെ ചെയ്യാം. അതായിരിക്കും ബെറ്റർ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് വരുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ അത് ഓയിൽസ് ആ റേഞ്ചിലുള്ള അതിൽ കട്ടി കൂടുതലേക്ക് ഇപ്പൊ നെയ്യ്, പിന്നെ എന്തെങ്കിലും ക്രീമുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ന്യൂമാറ്റിക് പേസ്റ്റ് ഫില്ലർ എന്ന് പറയും. ഓക്കെ. നമ്മളിവിടെ മെറ്റീരിയൽ ലോഡ് ചെയ്യുന്ന ശേഷം നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ നിങ്ങൾ സക്ക് ചെയ്തിട്ട് ഈ ഹോപ്പറിനുള്ളിൽ ചാടും. അവിടെ തിരിച്ച് തള്ളുമ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ലോഡ് ചെയ്ത് കിട്ടും. ഓക്കെ. അപ്പോൾ കറക്റ്റ് വോളിമെട്രിക് ഫില്ലിംഗ് ആയതുകൊണ്ട് വേരിയേഷൻസ് ഉണ്ടാവില്ല, കറക്റ്റ് ആക്യുറസി തന്നെ കിട്ടും. ബോട്ടിൽസ് എടുക്കുക, ബോട്ടിലോ പൗച്ച് എന്തിലേക്ക് ഫില്ല് ചെയ്യാം. ജസ്റ്റ് വെക്കുക, ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഫില്ലിംഗ് വരും. സ്പീഡായിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും. നമ്മളൊരു സെറ്റ് ചെയ്ത ആ ടൈമിൽ അവിടെ നിൽക്കും. ഇത് വിസ്കോസിറ്റി കൂടി എന്തെങ്കിലും ലിക്വിഡ് ആണ്? ഇപ്പൊ നമ്മളിപ്പോ വെള്ളം ഉപയോഗിച്ചാൽ നമുക്ക് വിസ്കോസിറ്റി കൂടി എന്തും ചെയ്യാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് മെഷീനിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ എന്താണ് ഇത് കോഡിംഗ് മെഷീൻസ് ആണ്. നമ്മൾ പൗച്ചിലെ MRP ഡേറ്റ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻസ്. ഓക്കെ. അതിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത് ഇതാണ്, മാനുവൽ കോഡർ. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് സീൽ ചെയ്യുന്ന ടൈപ്പ്. ഇത് സ്റ്റാർട്ടിംഗ് വരുന്ന മോഡലാണ്. ഇതിൽ 2500 റേഞ്ചിൽ വരുന്നതാണ്. ഇച്ചിരി സെറ്റിംഗ് ടൈം ഒക്കെ കൂടുതലായിരിക്കും ഇതിനൊക്കെ വരുമ്പോൾ. പക്ഷേ ഒരു സ്റ്റാർട്ടിംഗ് കസ്റ്റമേഴ്സിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കൊടുക്കാൻ പറ്റുന്ന മോഡലാണ്. ഇതിന് ശേഷം നമുക്ക് വരുന്ന മോഡൽസ് പ്രിന്റർ ടൈപ്പുകൾ. ഇത് തെർമൽ ഇൻജെറ്റ് പ്രിന്റേഴ്സ് പറയും. ഇതിൽ നമുക്ക് മിനി ഇൻജെറ്റ് പ്രിന്റർ ഉണ്ട്, പിന്നെ ഹാൻഡ് ഹെൽഡ് ഇൻജെറ്റ് പ്രിന്റേഴ്സ് ഉണ്ട്. പിന്നെ വരുന്ന നമുക്ക് കൺവെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഓൺലൈൻ പ്രിന്റേഴ്സ് ഉണ്ട്. വലിയ ഫാക്ടറികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഓക്കെ ഫൈൻ. അതായത് ഇതുപോലുള്ള ഡിസ്പ്ലേ നമുക്ക് സെറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ അത് കൺവെയറുകൾ പോയി തന്നെ പ്രിന്റ് ചെയ്ത് പ്രിന്റർ ഹെഡ് ഒക്കെ എവിടെയാണ്? ഇതാണ് പ്രിന്റിംഗ് ഹെഡ് വരുന്നത്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് മിനി ഇൻജെറ്റ് പ്രിന്റർ എന്ന് പറയുന്ന ഡിവൈസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് കാറ്ററേജ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. HP യുടെ കാറ്ററേജ് ആണ് ഇട്ടേക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇത് ടച്ച് സ്ക്രീൻ ആണ്. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കീബോർഡ് വരും, നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് അതുപോലെ അപ് ടു 4 ലൈൻസ് വരെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് എന്താ പറയുക, കാറ്ററേജ് ഇട്ടതിന് ശേഷം ഇത് കറക്റ്റ് ഇങ്ങനെ പിടിക്കാം. ഈ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ വെച്ചിട്ട് അങ്ങ് റോൾ ചെയ്യാം. അപ്പൊ അങ്ങ് പ്രിന്റ് വരും. നല്ല ക്ലാരിറ്റിയിലുള്ള പ്രിന്റ് ആയിരിക്കും. അതുപോലെ ഈ ബട്ടൺ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ടൈം എടുക്കും. ഒരു അരമണിക്കൂർ എടുത്ത് വേണ്ടത് ഓരോന്ന് പറക്കി വെച്ചിട്ട് ലെറ്റർ ബോക്സിലായിരിക്കും വരുന്നത്. ഓരോന്ന് ലെറ്റർ സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സെറ്റ് ചെയ്യാം. നമുക്കൊരു പ്രിന്റിംഗ് കോസ്റ്റ് നമുക്ക് ഒരു 2 മെയിൻ ആയിട്ട് ബാച്ച് നമ്പർ, ഡേറ്റ്, MRP ഒക്കെ പ്രിന്റ് ചെയ്യണം. ഒരു 4 ലൈൻ ഒരു 20 ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 4 പൈസ വരുന്നുള്ളൂ കോസ്റ്റ്. പൗച്ച് പ്രിന്റ് ചെയ്യണം 4 പൈസ കോസ്റ്റ് വരും. നമുക്ക് ഈസി ആയിട്ട് സെറ്റും ചെയ്യാം. ഇത് മിനി. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതൊരു ബോട്ടിൽ സർഫസിലേക്ക് പ്രിന്റ് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മുകളിൽ വേണമെങ്കിൽ മുകളിൽ അടിക്കാം. അങ്ങനെ എവിടെയാണ് പ്രിന്റ് ചെയ്യാം. പിന്നെ വരുന്ന മോഡൽസ് ആണ് നമുക്ക് ഹാൻഡ് ഹെൽഡ് പ്രിന്റേഴ്സ് ആണ് വരുന്നത്. ഇതാണ് ഹാൻഡ് ഹെൽഡ് ഇൻജെറ്റ് പ്രിന്റർ എന്ന് പറയുന്ന മോഡൽ. ഇത് ഇച്ചിരി ഗ്രിപ്പ് ഉണ്ടാവും, ഹാൻഡിലുള്ള മോഡലാണ്. ഇതിൽ നമ്മൾ കാറ്ററേജ്, ഇതിന്റെ വേറെ കാറ്ററേജ് സെയിം തന്നെ. ഇത് നമുക്ക് 25 mm ഹൈറ്റ് ഉള്ള പ്രിന്ററാണ്. അപ്പൊ നമുക്ക് ഇച്ചിരി അവർക്ക് കൂടുതൽ ഗ്യാപ്പ് ഉണ്ട് പൗച്ച് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ടൈപ്പ് കാറ്ററേജ് ഇടാം. ഇടാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഇവിടെ വളരെ ഈസി ആണല്ലേ, ഈസി ആയിട്ട് ആർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ പ്രിന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇത് വയ്ക്കുക, റൈലേക്ക് റോൾ ചെയ്യാം. നമുക്ക് പ്രിന്റിംഗ് ഹൈറ്റ് 25 mm കിട്ടും. അപ്പൊ നമുക്ക് ഒരു ചാക്കിൽ പ്രിന്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു ലൈൻ വേണമെങ്കിൽ 25 mm ചെയ്യാം. അതുപോലെ 5 ലൈൻ വേണമെങ്കിൽ ഒറ്റയടിക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്യുക, എവിടെ വേണ്ടേ അവിടെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് പൗച്ച് സർഫസിലോ ഏത് സർഫസിലൊക്കെ ചെയ്യാം. നമുക്ക് കുറെ മോഡൽസ് ഉണ്ട് ഇതിൽ തന്നെ. നമുക്ക് ജസ്റ്റ് ക്വാളിറ്റി വൈസ് ഡിഫറൻസ് വരുന്ന ടൈപ്പ്. ഇത് നമുക്കൊരു ബേസിക് മോഡൽ ടൈപ്പ് ആണ്. നമുക്ക് പ്രിന്റിംഗ് ഹൈറ്റ് 12.7 1/2 ഇഞ്ച് പ്രിന്റിംഗ് ഹൈറ്റ് വരുന്ന മോഡലാണ്. പിന്നെ ഇതിന്റെ തൊട്ട് ഹയർ മോഡലാണ് LB100 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ, ലൂബ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നത്. കുറച്ചുകൂടെ ഹെവി ക്വാളിറ്റിയിൽ വരുന്നത്. നമുക്ക് ഇത് 1 year വാറണ്ടി വരുന്നുണ്ട്. ഈ മോഡലൊക്കെ 6 months വരുന്നത്. പിന്നെ അതിൻ്റെ വേറൊരു പ്രീമിയം ബ്രാൻഡ് മീൻ ജെറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡില്ല, മീൻ ജെറ്റ് M6 ആണ് ഈ മോഡൽ വരുന്നത്. കുറച്ചുകൂടെ ഹയർ ക്വാളിറ്റിയിലുള്ള. എല്ലാത്തിലും നമുക്ക് ഈ HP യുടെ കാറ്ററേജ് തന്നെ നമുക്ക് സപ്പോർട്ടബിൾ ആണ്. എല്ലാത്തിലും നമ്മൾ അത് ചിപ്പ് ലോക്ക് കാര്യങ്ങളൊന്നും വരത്തില്ല. നോർമൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാറ്ററേജ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ ഇതിന്റെ വേണമെങ്കിൽ പ്രിന്റ് ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിനകത്തേക്ക് ഇടാം.
ജസ്റ്റ് പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഈ ബട്ടൺ ജസ്റ്റ് ട്രിഗ് ചെയ്ത് റിലീസ് ചെയ്തതിന് ശേഷം വെക്കുക, റോൾ ചെയ്യുക. ഓക്കെ ഫൈൻ, അടിപൊളി കേട്ടോ. ഇത് നമുക്ക് ചാർജിങ്ങിലാണോ? ചാർജിങ് ആണ്. നമുക്കൊരു 3 hours ഒക്കെ റീചാർജ് ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്, 2000 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഒന്ന് പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്യാം. അതുപോലെ നമുക്ക് ബാറ്ററിയിലും കുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഇവിടെയും കുത്തി ചാർജ് ചെയ്യാം. ഒറ്റ ചാർജിൽ 3 hours മുകളിൽ വരെ കിട്ടും അല്ലേ? ഓക്കെ ഫൈൻ. ചാർജിങ് ടൈം ഒരു 1 hour റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ ഷുവർ. ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഡിവൈസ് ആണ്. ഏത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കും. മെറ്റൽ വരെ ചെയ്യാൻ പറ്റും. മെറ്റൽ, വുഡൻ സർഫസ്, കാട്ടൺ ബോക്സുകൾ, പൗച്ചുകൾ, പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം ആയിരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതാണ് ഓൺലൈൻ ഇഞ്ചർ പ്രിന്റർ എന്ന മോഡലാണ്. അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കാറ്ററിജ് HP യുടെ കാറ്ററിജ് തന്നെ യൂസ് ചെയ്യുന്നത്, സെയിം കാറ്ററിജ് തന്നെയാണ്. കാറ്ററിജ് ഇവിടെ ഇൻസേർട്ട്, ഇതാണ് പ്രിന്റിംഗ് ഹെഡ്. ഹെഡിലേക്ക് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യാം, ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിനു ശേഷം ഇവിടെ പ്രിന്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഇതാണ് പ്രിന്റ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺവെയർ സ്റ്റാർട്ട് ചെയ്യാം, ജസ്റ്റ് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ ഫൈൻ. അപ്പോൾ ജസ്റ്റ് എന്തായാലും നമ്മൾ നോക്കുവാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൗച്ച് പോകുമ്പോൾ തന്നെ സെൻസ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പോകും. ഓക്കെ ഫൈൻ. നോക്കിക്കേ, ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് പ്രിന്റിംഗ് നടക്കുന്നത് കേട്ടോ. നമുക്ക് ബൾക്കായിട്ടുള്ള പോകുന്നു, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പേര് അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇന്നോവേറ്റീവ്, ഇൻട്രസ്റ്റിംഗ്. പൗച്ചിലും ചെയ്യാം, ബോട്ടിലും ചെയ്യാം. ഓക്കെ, വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കേട്ടോ. അതായത് ഈ കൺവേ ബെൽറ്റിലൂടെ ആ ഒരു ഇതിൽ ഓക്കെ, വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കേട്ടോ. അതായത് ഈ കൺവേ ബെൽറ്റിലൂടെ ആ ഒരു ഇതിൽ കണ്ടോ, ഇവിടെയാണ് ആ ഒരു പ്രിന്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്, ഈ ഒരു പോർഷനിൽ. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റോസീൽ പാക്കേജിംഗ് സൊല്യൂഷൻ്റെ ആ ഒരു ഫാക്ടറിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ളൊരു പെർമിഷൻ കൂടി ഇവർ തന്നിരിക്കുകയാണ്. ഇവിടെയാണല്ലേ നമ്മുടെ പ്രൊഡക്ഷൻസ് എല്ലാം നടക്കുന്നത്. ഇവിടെ ഹാൻഡ് സീലിംഗ് മെഷീൻ്റെ അസംബ്ലിംഗ് ആണ് വരുന്നത്. ഓക്കെ ഷുവർ. നമുക്ക് വരുന്നത് ഹാൻഡ് സീലറിൽ നമുക്ക് 8 ഇഞ്ച് തൊട്ട് 24 ഇഞ്ച് വരെ സൈസിലുള്ള മെഷീൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ തന്നെ നിങ്ങളാണ് പ്രൈം ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ. നമ്മൾ തന്നെ ഓൺ ബ്രാൻഡിൽ തന്നെ പ്ലാസ്റ്റോസീൽ എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു മെഷീൻ വേണം, അത് മാർക്കറ്റ് ചെയ്യണോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലും അവർ ഇതുപോലെ പ്രൊഡക്ഷൻ ചെയ്ത് തരും കേട്ടോ. ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെയാണല്ലോ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇത് ഫാക്ടറിയുടെ മറ്റൊരു ഭാഗം അല്ലേ? പല രീതിയിലുള്ള മെഷീനറീസ് സൈസ് അസംബിൾ ചെയ്ത് ചെക്ക് ചെയ്ത് വയ്ക്കും, ഓർഡർ അനുസരിച്ച് പാക്ക് ചെയ്യാണ്. ഓക്കെ. ഇപ്പൊ എത്ര വർഷം നമ്മൾ ഈ ഒരു ഹാൻഡ് സീലിംഗ് തുടങ്ങിയിട്ട് മാത്രമല്ല? ഓക്കെ ഷുവർ. ഇവിടെ ഈ പറയുന്ന പോലെ ഹാൻഡ് സീലിംഗ് മെഷീൻസിന്റെ ഇലക്ട്രോണിക് പാർട്ടുകളൊക്കെ അവർ അസംബിൾ ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു രംഗമൊക്കെ വളരെ വിരളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ തമിഴ്നാട് പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സുലഭമായിട്ട് ഇതുപോലെ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കിഴക്കമ്പലത്തുള്ള പ്ലാസ്റ്റോസീൽ പാക്കേജിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ അമരക്കാരൻ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാർ, അപ്പോൾ പേരെന്താണ്? പേര് ഷിബു വർഗീസ് ആണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനോട് ജസ്റ്റ് ഇതിനെ കുറിച്ച് ഒന്ന് 2 വാക്ക് സംസാരിക്കാം. 93 ഈ സ്ഥാപനം തുടങ്ങിയതാണ്. ഓക്കെ. അന്നേരം ഇവിടെ സേപ്പാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ആദ്യമേ സീലിംഗ് മെഷീൻ സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 2018 ആയപ്പോഴത്തേക്കും സ്വന്തം പ്ലാസ്റ്റോസീൽ എന്നുള്ള പേരിൽ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം മകൻ അപ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നു. അപ്പോൾ മാർക്കറ്റിംഗ് ആ സെക്ഷൻ മകൻ നോക്കി, ഞാൻ പ്രൊഡക്ഷൻ സൈഡുമാണ് നോക്കിയത്. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്നു. ആളുകൾക്ക് ചെറുകിട സംരംഭകർക്കൊക്കെ വളരെ ഈ പാക്കിങ് എല്ലാവർക്കും ആവശ്യകത ഉള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നു, കുഴപ്പമില്ലാണ്ട് പോകുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ജീവിതത്തിൽ വെളിച്ചം ഏകാനായിട്ട് താങ്കൾ സഹായിച്ചു. അപ്പോൾ എനിവേ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്ന. സോ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ ബൈ.